നിനക്കുള്ള മറുപടി അവൾക്ക് കൊടുക്കണോന്നേ. അവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവുന്ന തെളിയിച്ചു കൊടുക്കണം. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ പറഞ്ഞ പോലുള്ള വഴി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവരിപ്പോ നാട്ടിലേക്ക് കാലു കുത്തിയതല്ലേ ഉള്ളൂ. ആദ്യം ഒന്ന് വിശ്രമിക്കട്ടെ. നീ റിസപ്ഷനിൽ പോയി ഇവനുള്ള സൂട്ട് റൂം റെഡിയായോ എന്ന് നോക്ക്. ചേട്ടാ, ഈ കാശ് കാരണം മനുഷ്യന്റെ മനസ്സമാധാനം പോയല്ലോ. വിസ്മയ ഈ കാശ് എവിടെ നിന്ന് ഒപ്പിച്ചതാണെന്ന് ദൈവത്തിനറിയാം. കണക്കിപ്പെടാത്ത കാശ് കയ്യിൽ വെച്ചാൽ അകത്താവുന്ന ഞാനായിരിക്കും. ചന്തു, ആശാന്റെ ജോലി കഴിഞ്ഞോ? വർക്ക്ഷോപ്പ് അടയ്ക്കാൻ സമയമായല്ലോ. എന്റെ ജോലിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിനക്കാണ് ജോലിയിൽ ശ്രദ്ധയില്ലാത്തത്. ഓ, അങ്ങനെയൊന്നുമില്ല ആശാനെ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ്, പണി കഴിഞ്ഞെങ്കിൽ ആശാൻ നേരെ വീട്ടിൽ പോകോ. ഞാൻ ഇന്നോടെ കിടന്നോളാം. അതെന്താ ഒരു പുതിയ ഏർപ്പാട്? എന്നെ നേരത്തെ പറഞ്ഞു വിട്ടിട്ട് നിനക്കെന്താ ലാഭം? ഇന്നലെ തൊട്ട് എപ്പോ നോക്കിയാലും നിന്റെ മുഖത്ത് ഒരേ വെപ്രാളമാണല്ലോ. എന്തു പറ്റി? ഓ, എനിക്കെന്തു പറ്റാൻ? പണ്ടേ വെപ്രാളം എൻ്റെ മുഖത്ത് എപ്പോഴും കാണും. ഞാൻ ജനിച്ചപ്പോഴേ വെപ്രാളപ്പെട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നാ അമ്മ പറയാറുള്ളത്. ചന്തു, ഈ കുട്ടി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരുന്നത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ എന്തിനാ ഇപ്പൊ വന്നത്? ഡീ, ആ കാശ് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല, അറിയാമോ? സത്യം പറ, ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ ബാങ്ക് കൊള്ളയടിച്ചതൊന്നും അല്ല. പോരെ, നോക്ക്, ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല. അതിന്ന് കുറച്ച് കാശ് എടുത്ത് എനിക്ക് തരണം. ആവശ്യമുണ്ട് എനിക്ക്. അയ്യോ, പറ്റത്തില്ല. ആശാനുണ്ട് ഇവിടെ. നീ ഒരു കാര്യം ചെയ്യ്, എത്ര വേണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ സൗകര്യം പോലെ വീട്ടിൽ കൊണ്ടുതരാം നിനക്ക്. ചേട്ടാ, ഇവര് തമ്മിൽ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ. ഇത് പ്രേമവും റൊമാൻസും ഒന്നുമല്ല, വേറെ എന്തോ ആണ് സംഗതി. എന്തിനാടാ കുട്ടി വന്നത്? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അതും ഈ രാത്രിയിൽ. എന്തിടപാട്? ഞാൻ കണ്ടു പിടിക്കും. കണ്ടുപിടിക്കാൻ ആശാനാരാ? ശാസ്ത്രജ്ഞനോ? കണ്ടുപിടിക്കും പോലും. ആശാൻ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കാൻ പോവാ. ഹാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നല്ലേ? യവന്റെ രഹസ്യം ഞാൻ പിടിച്ചോളാം.
ജീവിതം എങ്ങോട്ട് പോയി? റൂമിലും കണ്ടില്ലല്ലോ. ഈശ്വര, ഇവനെപ്പോ തുടങ്ങി ഈ സിഗരറ്റ് വലി? ചേച്ചി കണ്ട ആകെ കുഴപ്പമല്ലോ. ഞാൻ കണ്ടു. അറിയാവുന്ന പണി ചെയ്താൽ പോരാടാ. ഇങ്ങനെ ബുദ്ധിമുട്ടി വലിക്കുന്ന എന്തിനാ? അല്ല, ഈ സിഗരറ്റ് വലിക്കുന്ന ശീലം നിനക്കില്ലായിരുന്നല്ലോ. ഇപ്പൊ ആരാ നിന്നെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ചത്? ആരെക്കൊണ്ടാ നിനക്ക് ഇത്ര ടെൻഷൻ? ആരും വലിപ്പിച്ചതൊന്നുമല്ല. എനിക്കൊരു ടെൻഷനും ഇല്ല. ഓ, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. നോ, യു ആർ റോങ്. നിന്നെ ജീവിതത്തിൽ വലിപ്പിക്കാനും ടെൻഷൻ അടിപ്പിക്കാനും നടക്കുന്ന ഒരുത്തിയേ ഉള്ളൂ, നിന്റെ ഭാര്യ അളകനന്ദ. അവളെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തോണ്ടാ നീ ഇപ്പൊ സിഗരറ്റ് വലിച്ചത്. പകലെ ഞാൻ കണ്ടു നീ മാറി നിന്ന് ഫോണിലൂടെ വഴക്ക് കൂടുന്നതും ടെൻഷൻ അടിക്കുന്നതും. ഇപ്പം മനസ്സിലായി അതിനിയും സോൾവ് ആയിട്ടില്ലാന്ന്. പിന്നെ ഇതിങ്ങനെ തുടർന്നാ അവൾ ഇനിയും നിന്റെ മനസ്സമാധാനം കെടുത്തുമ്പോ നീ കഞ്ചാവ് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങുമല്ലോ. സാവധാനം അവള് കാരണം നീ ലഹരി കടിമയാവുകയും ചെയ്യും. പ്ലീസ്, എനിക്ക് ഇത്തിരി സമാധാനം തരുമോ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. സോറി, ഈ ചോദ്യം നീ അവളോടാ ചോദിക്കേണ്ടത്. അവൾ വിചാരിച്ചാലേ നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും, അല്ലാതെ ബ്രഹ്മാവ് വിചാരിച്ചാലും നടക്കില്ല. ആ നോക്ക്, നിന്റെ ഒരൊറ്റ നിർബന്ധത്തിലാ അവളുമായുള്ള വിവാഹത്തിന് ഞാനും ചേച്ചിയും സമ്മതിച്ചത്. നിനക്ക് അവളോട് വിടാൻ വയ്യാത്ത പ്രണയമായിരുന്നല്ലോ. ഒട്ടും ഇഷ്ടമല്ലാതെയാ ചേച്ചി അതിന് അനുവാദം തന്നത്. അവളാണെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിച്ചതുമില്ല. പകരം ഞങ്ങൾ വീട്ടുകാരെ പരമാവധി വെറുപ്പിച്ചു. പോട്ടെ, സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അവൾ അഡ്ജസ്റ്റ് ചെയ്തേനെ. ഇതിപ്പോ വർഷം ഇത്ര ആയിട്ടും വേണ്ട. ഞാൻ കൂടുതൽ സംസാരിച്ച് നിന്റെ ടെൻഷൻ കൂട്ടുന്നില്ല. തൽക്കാലം നീ വാ, ചേച്ചി എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വാ, ആ കമോൺ വാ. ഞാൻ വരാം, കുറച്ച് കഴിയട്ടെ. ഇനി എന്തിനാടാ കുറച്ച് കഴിയുന്നേ? ചേച്ചി കാത്തിരിക്കുക അവിടെ. നീ വന്നേ, വാ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുറച്ച് ഫ്രഷ് എയർ വേണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ വരൂ. ശരി ശരി, നീ വയലന്റ് ആവണ്ട. ഇവിടെ ഇങ്ങനെ നിന്നാലൊന്നും ഒരു ഫ്രഷ് എയർ കിട്ടി മനസ്സ് സമാധാനിക്കണമെന്ന് പോകുന്നില്ല. ഇനിയെങ്കിലും കൃത്യമായി എന്തെങ്കിലും ചെയ്താലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. നീ കേട്ടിട്ടുണ്ടല്ലോ, പുരയ്ക്ക് മേലെ ചാഞ്ഞത് പൊന്മരമായാലും മുറിച്ചു മാറ്റണമെന്നാ പഴമൊഴി. അതിപ്പോ മരം മാത്രമല്ല, ഭാര്യയായാലും അങ്ങനെ തന്നെയാ. വലതുകാലം വെച്ച് കയറിപ്പോ മോളെ. കുറച്ചേരം പിടിക്കോ? നല്ല ഭാരമുണ്ട്. കല്യാണ ഭാരവാ, സ്വയം ചുമന്നാ മതി. പറയുന്നു നോക്ക് ദുഷ്ടൻ.
മക്കളിരിക്കെ. ഈ കലാപരിപാടി എപ്പോഴാ കഴിയുന്നേ? ഇവര് നമ്മളെ ദീപാരാധന നടത്തി പൂജിച്ച് ആരാധിക്കോ? നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടേ. ഇതാ പാല് കുടിക്കേ. മതി മതി, പാതി ആ കുട്ടിക്ക് കൊടുക്ക്. ഇതെന്താ മര്യാദ കേടേത്? ഞാനല്ലേ ഈ കുടുംബത്തിൽ വന്നു കയറിയ അതിഥി. ഞാൻ കുടിച്ചതിന്റെ ബാക്കി വേണം അജയ് കുടിക്കാൻ. എന്റെ പൊന്നു മോളെ, നീ ഒന്ന് മിണ്ടാതിരുന്ന അവര് പറയുന്നത് കേൾക്കോ? നാളെ നിനക്കേ ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എങ്കിൽ ഓക്കെ. ഒരു ചടങ്ങ് നടക്കുമ്പോ ഈ കൊച്ചെന്തിനാ രഹസ്യം പറയുന്നത്? പ്രേമിച്ച് നടന്ന കുട്ടികളല്ലേ, അവര് പറഞ്ഞോട്ടെ എന്ന്. ഇനി വധൂവരന്മാര് പഴം എടുത്ത് കഴിക്കേ. എന്തേ കാണിക്കുന്നേ? വരൻ മാത്രം ഒരു പഴം എടുക്ക്. പകുതി കഴിച്ച് വധുവിന് കൊടുക്കണം. അതാ ചടങ്ങ്. കഴിഞ്ഞില്ലേ ചടങ്ങുകളൊക്കെ? എനിക്ക് അങ്ങോട്ട് വരാമല്ലോ. ഞാൻ പറയാറില്ലേ എന്റെ അച്ഛൻപെങ്ങളെ പറ്റി. യുദ്ധത്തിൽ മരിച്ച ലഫ്റ്റനന്റ് കേണൽ ശങ്കർ ചൗധരിയുടെ ഭാര്യ ഭാനുമതി അമ്മ. ഞങ്ങൾ ഇവരെ ചൗധരി അമ്മ എന്നാ വിളിക്കാറ്. യുദ്ധത്തിൽ ഹസ്ബൻഡ് മരിച്ചിട്ടും പട്ടാളച്ചിട്ട വിടാത്ത പാർട്ടിയാ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനിവിടെ പ്രധാനമായിട്ട് യുദ്ധം ചെയ്യേണ്ടത് ചൗധരി അമ്മയായിട്ടാണോ അതോ അജയുടെ അമ്മ മഹേശ്വരി കുഞ്ഞമ്മയായിട്ടാണോ? അതല്ല, ഒരേ സമയം രണ്ടുപേരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്നാ എന്റെ സംശയം. നീ ഇവിടേക്ക് വന്നതേ ഇവരുമായിട്ട് യുദ്ധം ചെയ്യാനല്ല, എനിക്കൊരു ലൈഫ് തരാനാ. ഞാനും നീയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലിയെ നയിക്കാനാ. കേട്ടോ? That's so sweet. I love you. ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ വിധവയായ ഞാൻ പാടില്ല എന്ന എന്റെ സ്വന്തം നിർബന്ധം കൊണ്ടാ മാറി നിന്നത്. ഇനി എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് ഇന്ത്യവരത്തിലുള്ളവർ മാത്രം മതി. ബാക്കിയുള്ളവർക്ക് പോയി ആഹാരം കഴിക്കാം, പ്ലീസ്. ചങ്കുടനാരെ, ഇവിടെ വാ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എച്ചിൽ പാത്രം ഇവിടെ വെക്കണോ? എടുത്തോണ്ട് പോ. മോളെ, എന്നെക്കുറിച്ച് ഇവനെല്ലാം പറഞ്ഞു കാണുമല്ലോ.
ഇന്നു മുതൽ ഇന്ദീവരത്തിലെ ബന്ധുവാണ് നീ, എ ഫാമിലി മെമ്പർ. നമ്മുടെ ഈ ഇന്ദീവരത്തിലേത് ഒരു ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലാണെന്ന് ആദ്യം നീ മനസ്സിലാക്കണം. തലമുറകളായി തുടർന്നു വരുന്ന ചില വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇന്നുവരെ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ഇവിടെ. എന്റെ സഹോദരൻ ഇന്ന് എല്ലാവരും മഹേശ്വരി കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന ഈ മഹേശ്വരിയെ താലി കെട്ടി കൊണ്ടുവന്ന സമയത്ത് ഇന്ദീവരത്തിലെ ചില രീതികളോട് പൊരുത്തപ്പെടാൻ പാടുപെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഇന്ദീവരത്തിലെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ എന്നേക്കാൾ കാർക്കശ്യം മഹേശ്വരിക്കാണെന്ന് ഞാൻ പറയും. കാരണം ഇന്ദീവരത്തിലെ മരുമകളായ ശേഷമാണ് മഹേശ്വരിക്ക് മഹേശ്വരി കുഞ്ഞമ്മ എന്ന സ്ഥാനം കിട്ടിയത്. ഇന്ദീവരത്തിലുള്ളവരോട് ഇണങ്ങി വാണാൽ നിനക്കും ഗുണമേ ഉണ്ടാകൂ എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് അജയ് ഘോഷിന്റെ അമ്മയ്ക്ക് കിട്ടാത്ത ഒരു വിട്ടുവീഴ്ചയും അജയ് ഘോഷിനൊപ്പം ജീവിക്കാൻ വന്ന അളകനന്ദയ്ക്കും കിട്ടില്ല എന്നാണ്. എന്നുവെച്ച് നിങ്ങളുടെ സന്തോഷങ്ങളിൽ ആരും ഇടപെടാൻ വരില്ല ഇവിടെ. അളകനന്ദയെ കണ്ടെത്തിയത് അജയ് ഘോഷാണ്. ഞങ്ങൾ ഇവന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നേ ഉള്ളൂ. അപ്പോഴും ഒരു കണ്ടീഷൻ ഞങ്ങൾ ഇവന്റെ മുമ്പിൽ വെച്ചിരുന്നു. നീ കൊണ്ടുവരുന്ന പെൺകുട്ടി ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്ന്. അതിനിവൻ സമ്മതിച്ചപ്പോഴാണ് ഈ ബന്ധത്തിന് ഞാനും മഹേശ്വരിയും പച്ചക്കൊടി കാണിച്ചത്. എന്താ ജയ്, അങ്ങനെയല്ലേ? അതെ. മഹേശ്വരി, മറ്റു കാര്യങ്ങളൊക്കെ നീ പറയും. ശിവനും പറയാൻ കാര്യങ്ങൾ. ഞങ്ങളുടെ മകൻ ഈ അജയ് ഘോഷ് ഇപ്പൊ US-ലാണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഉടൻ അവന്റെ കൂടെ US-ലേക്ക് പോകാമെന്ന് അളകനന്ദ വിചാരിക്കരുത്. ഇവിടുത്തെ രീതിയൊക്കെ പഠിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് 5 or 6 വയസ്സ് കഴിയുമ്പോൾ മാത്രമേ ഇവനോടൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് അളകനന്ദയെ ഞങ്ങൾ പറഞ്ഞയക്കൂ. അളകനന്ദ M.Tech ബിരുദധാരിയാണെന്നറിയാം. വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ആവശ്യമാണ്. പക്ഷേ പെൺകുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്ത് കിട്ടുന്ന പണം സാധാരണ ഇന്ത്യവരത്തിൽ കയറ്റാറില്ല ഇതുവരെ. അത് സാരമില്ല, പണം ഇവിടേക്ക് കയറ്റാതിരുന്നാ പോരെ, ബാങ്കിലിടാലോ എനിക്ക്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് വീട്ടിനകത്ത് കുത്തിയിരിക്കാനല്ല, ഒരു ജോലി കിട്ടി സമ്പാദിക്കാനാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, പക്ഷെ ജോലിക്ക് പോകാൻ പാടില്ല. ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. നന്ദേ, വെറും നന്ദയല്ല, അളകനന്ദ. അതാണ് എന്റെ മുഴുവൻ പേര്. ഈ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് വളർത്താനാണോ അജയ് എന്നെ കല്യാണം കഴിച്ചത്? ഇതേ പശുവിനെ തൊഴുത്തിൽ കെട്ടിയിടുന്നത് പോലെ പെണ്ണിന് കെട്ടിയിടാനുള്ള പുരുഷന്റെ കയറല്ല ഈ താലിമാല. ഐ ആം സോറി മിസ്സസ് ചൗധരി. ഇന്ദീവരം ഒരു ജയിലാണെങ്കിൽ ഇവിടെ തന്നെ വാടണോ പോകണോന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. നിങ്ങൾക്കും ആലോചിക്കാനുള്ള സമയമുണ്ട്. നന്ദേ, നന്ദേ, വന്ന് കേറിയില്ല. അതിനുമ്പ് അവളുടെ തിളപ്പ് കണ്ടില്ലേ? ചേച്ചി, ചേച്ചി അവൾ വിളിച്ചത് മിസ്സിസ് ചൗധരി എന്നാ. ശിവൻകുട്ടി അടങ്ങ്. അവൾ അജയന്റെ ഭാര്യയാണ്. എടുത്തുചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ബോധമില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. കാര്യങ്ങൾ ശാന്തമായിട്ട് മഹേശ്വരി വേണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. ശരി, ശ്രമിക്കാൻ ഞാൻ. ലക്ഷണം കണ്ടിട്ട് വഴങ്ങാൻ അല്പം പ്രയാസമാണെന്ന് തോന്നുന്നു. സാരമില്ല, അല്പം പുകഞ്ഞ കൊള്ളിയാണ്. തണുപ്പിച്ചെടുക്കാൻ അല്പം പാടുപെടേണ്ടി വരും. നോക്കാം വാഴിക്കണോ വീഴിക്കണോ എന്ന്.